ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കരിസ്മ ആറിൻ്റെ റീസ്റ്റോറേഷൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ രണ്ട് വീഡിയോ റീസ്റ്റോറേഷൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ കയറി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിസ്മ ആർ ഓണേഴ്സിൻ്റെ സ്ഥിരം തലവേദനയാണ് ഈ ബോഡി കിറ്റിൻ്റെ മൗണ്ടിങ്ങൊക്കെ പൊട്ടിപ്പോല്. അപ്പോൾ അതെങ്ങനെ നമുക്ക് റീസ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ്. ബോഡി കിറ്റിൻ്റെ വർക്കാണ് കേട്ടോ, ക്രാക്കായത് പൊട്ടിപ്പോയതൊക്കെ. അപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം ഞാൻ. മെയിൻ പൊട്ടിപ്പോയെന്ന് പറഞ്ഞത് ഈ സാധനമാണ്. ഇതുപോലെ ഒരു മൗണ്ടിങ് ഒരു ടീത്ത് ഇവിടെ ഉണ്ടാവും, അതുപോലെ ഈ സൈഡിലുണ്ടാവും ഒരു പോയിൻ്റ്. രണ്ടും ഒടിഞ്ഞു പോയിക്കാണ്. അപ്പോൾ നമ്മളിത് റീവർക്ക് ചെയ്യുകയാണത്. അപ്പോൾ അതിനുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് കരിസ്മ ഓണേഴ്സിൻ്റെ ഒരു മെയിൻ തലവേദനയാണ് ഈ സാധനം ഒടിഞ്ഞു പോലെ. ഇവിടെ സംഭവമുണ്ട് ഉണ്ടോ, ഇതൊക്കെ ഒടിഞ്ഞു പോയതിന് ഞാൻ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറെ ആളുടെ ഇട്ട് ഒട്ടിക്കണം, അല്ലെങ്കിൽ നിൽക്കില്ല. വെയിറ്റ് തൂങ്ങിയിട്ട് ഇവിടെ ഒരു സ്റ്റേയിലാണ് സംഭവം നിൽക്കുന്നത്. അത് വെയിറ്റ് താങ്ങാണ്ട് ആരെങ്കിലും കൈ വയ്ക്കുകയോ അല്ലെങ്കിൽ ചെറിയ തട്ടൽ ഇടിയൊക്കെ വരുമ്പോൾ അത് പൊളിഞ്ഞ് കയറിപ്പോരും. ഇവിടുത്തെ ഈ മൗണ്ടിങ് ഒടിഞ്ഞു പോവും. അപ്പോൾ അത് റീവർക്ക് ചെയ്യുകയാണ്. വെച്ചാൽ വരെ വീഡിയോ കാണാം. അപ്പോൾ അത് റീവർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഇങ്ങനെ ഏതെങ്കിലും ഒരു കരിസ്മയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡിയുടെ സൈഡ് പാനലിൻ്റെ ഇതുപോലെ മൗണ്ടിങ്ങുള്ള ഭാഗം നോക്കിയിട്ടുള്ള പാനലെടുക്കണം. അത് ഞാൻ കൂട്ടണം വേറെ സൈഡിൽ നിന്ന് ഒടിച്ചെടുത്തതാണ്. ഇതിപ്പോൾ എൻ്റെ കരിസ്മയുടെ പഴയ സൈഡ് പാനലാണ്. അതുപോലെ നമ്മൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുക്കണം. ഈ സാധനം നമുക്ക് അതിനകത്തേക്ക് കറക്റ്റ് പൊസിഷൻ അളവൊക്കെ നോക്കിയിട്ട് എയറാൾഡേറ്റ് വെച്ച് ഒട്ടിക്കുകയാണ്. ക്വിക്കൊന്നും വെച്ച് നിൽക്കില്ല, അല്ലെങ്കിൽ ക്വിക്ക് ഫിക്സ് ഒന്നും വെച്ച് നിൽക്കില്ല. എയറാൾഡേറ്റ് വേണം നമുക്ക്. പെട്ടെന്ന് ഒട്ടണമെങ്കിൽ എയറാൾഡേറ്റ് ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. നമ്മൾ വെറും 2-3 മിനിറ്റ് സംഭവം ഒട്ടി കിട്ടും. അപ്പോൾ ഏകദേശം ബോഡിമേന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്ത് ഏകദേശം 2 ഇഞ്ചാണ്. ഞാനിവിടെ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മാർക്കിങ് കണ്ടോ, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെ ഇതാണ്. ഇത്രയും തള്ളി നിൽക്കാവുന്ന രീതിയിൽ നമ്മളിത് ഇവിടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എളുപ്പം ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഓരോ പാഴ്സാക്കാം. ഹെഡ്ലൈറ്റും സൈഡ് പാനലൊക്കെ ഓരോ പാഴ്സാക്കാം. ഇതിൻ്റെ ഇവിടെ 1, 2, 3, 4 സ്ക്രൂ ഉണ്ട്. കഴിച്ച് കഴിഞ്ഞാൽ അത് പോരും, അഴിക്കാതെ. നാലിലാട്ടോ, 4 2 6 സ്ക്രൂ ഉണ്ട്. അതിനകത്ത് വിട്ടുപോയി, അതുകൂടെ അഴിക്കണം നമുക്കിനി. അപ്പോൾ അങ്ങനെ സ്ക്രൂ കഴിച്ചാൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഡൂം കൂടി ഊരിയെടുക്കാം. ഇതൊക്കെ പഴയതായി, അതുകൊണ്ടാണ് നമ്മൾ വേറെ വാങ്ങിച്ചത് കേട്ടോ. ഫ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. 1300 ലൈറ്റിൻ്റെ വില, ഡൂം മാത്രം. വയറിങ് ഒക്കെ ഉണ്ടാവും. ഇതാകെ മങ്ങിപ്പോയി. ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാം. നോക്കണം പോളിഷ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഡൂം അഴിച്ചതിന് ശേഷം നമ്മൾ പീസാക്കുന്നത് ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഇവിടെ ഇത് ഞാൻ പൊട്ടിയിട്ട് പശയൊക്കെ ഇട്ട് വെച്ചേക്കാണ്. അഴിയുമെന്നറിയില്ല, എന്തായാലും നോക്കാം. കുഴപ്പമൊന്നുമില്ല, പോകുന്നു കഴിഞ്ഞു. ഞാൻ വിചാരിച്ച് പശയിട്ടാണ് പറഞ്ഞേ, എറാൾഡേറ്റൊക്കെ ചുട്ടി വെച്ചിട്ടാണ്. അതിനിപ്പോൾ പോരില്ല എന്ന് വിചാരിച്ച്. സംഭവം ഈസിയായിട്ട് പോകുന്നുട്ടോ. അതിനുശേഷം നമ്മൾ ഈ ലോക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇത് പോകുന്നോളൂ. ഇവിടുന്ന് ലോക്ക് ശ്രദ്ധിച്ച് പിടിക്കണം, പൊട്ടി പോരുത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ 3 പീസാക്കി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സൈഡ് ശരിയാക്കാം, അതിന് ശേഷം ഈ സൈഡ് ശരിയാക്കി മാറ്റി വെക്കട്ടെ എവിടെയെങ്കിലും. ഇത് പോരിപ്പോണ്ട് താഴെ ഒരു തുണിയൊക്കെ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കറക്റ്റ് സൈസാക്കി എടുക്കാൻ കുറച്ച് പണികളൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യാണത്. നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും ഇതുപോലെയൊക്കെ. പൊട്ടിപ്പോണ്ടത് ഇതുപോലൊരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുക. ഈ കട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക്സിനൊക്കെ ഉപയോഗിക്കുന്ന സൈഡ് കട്ടറാണ്. ഷാർപ്പായിട്ട് ഇതുപോലെ ഈ ABSും ഫൈബറൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കട്ടറാണത്. അപ്പോൾ നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നേരെ സംഭവം വയ്ക്കുക. ഇപ്പോൾ കാണും ഈ ഗ്യാപ്പിലുണ്ട്, ഇതിനോട് ചേർന്നിട്ടുള്ള ഗ്യാപ്പിൽ എറാൾഡേറ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പശ ഇടുന്നതിന് മുമ്പ് ഈ അളവ് ലെങ്ത്തും സെൻറ്റർ പോയിൻ്റിലാണോ ഈ പോയിൻ്റ് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ പശ നമ്മൾ എറാൾഡേറ്റിൻ്റെ
ഇൻസ്റ്റൻ്റ് എന്നുള്ള സംഭവം മേടിക്കണം. 5 മിനിറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, 5 മിനിറ്റ് സെറ്റിംഗ് ഇൻസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിന് കറക്റ്റ് അളവിൽ നമ്മൾ കിട്ടി. ഇനി നമുക്ക് ഒട്ടിക്കണം. അതിന് മുമ്പ് നമുക്ക് റൈറ്റ് സൈഡിലൂടെ ഇതുപോലെ സെറ്റാക്കി എടുക്കണം കേട്ടോ. അന്നേരമാണ് ഒരുമിച്ച് പശയിട്ട് ഒട്ടിക്കാൻ. അപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യാം. അപ്പോൾ ആ മൗണ്ടിങ് പോയിൻ്റ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഇത് സാധനങ്ങൾ ഇതുപോലെ പഴയ എൻ്റെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അടുത്ത സൈഡിൽ കട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മളിത് എൻ്റെ മൗണ്ടിങ് സ്പോട്ട് ഫിറ്റ് ചെയ്യാൻ പോവാണ്. പ്ലസ് കിക്ക് ഇതാദ്യം ഒരു ഡ്രോപ്പ് കൊടുക്കണേ, ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ചെറിയ സ്പോട്ട് കൊടുത്താൽ മതി. അത് നിന്നിട്ട് വേണം നമുക്ക് മറ്റേ പശ എയറാൾലൈറ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ 2 ഫിറ്റിംഗ് മൗണ്ടുകളും ഒക്കെ നമ്മൾ ഫ്ലസ് കിക്ക് ഇട്ടിട്ട് സ്പോട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എയറാൾലൈറ്റ് ഈ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് നമ്മളിത് രണ്ടും സ്ട്രോങ് ആക്കി മാറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പണി അത് നോക്കാം. എയറാൾലൈറ്റ് എടുക്കാം. എയറാൾലൈറ്റ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് 5 മിനിറ്റ് സെറ്റിംഗ് ഉള്ള സാധനം വാങ്ങിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടില്ല, ടൈം എടുക്കും. അപ്പോൾ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യാം. 2 ട്യൂബായിരുന്നു അതിനകത്ത്, കണ്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വൃത്തിയുള്ളൊരു നല്ലൊരു സർഫസ് എടുക്കണം. ഇത് നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ ആദ്യം ഇത് കുറച്ചളവ് എടുക്കാമെന്ന് വെച്ചാൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ഒട്ടിപ്പോവും. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ സെറ്റായി പോകും ഇതിൻ്റെ അടപ്പ്. ഞങ്ങൾക്കൊരു ബ്ലേഡിൻ്റെ കഷ്ണം കൊണ്ട് ഇത് മിക്സ് ചെയ്യാൻ നല്ലോണം. ഇതെടുത്തിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ കാണുന്ന ഔട്ടറിലോട്ടാണ് ആദ്യം അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതുപോലെ സാധനം കോരി കൊണ്ട് ഒഴിക്കുക. ഇത് കമത്തി പിടിക്കുക. അപ്പം അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിക്കോളും. അപ്പോൾ അതുപോലെ ഇതിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ സാധനം ഒഴിക്കണം. അപ്പോൾ നല്ല രീതിയിൽ എല്ലായിടത്തും ഇതുപോലെയാണ് ഫുള്ള് നിറയ്ക്കണം കേട്ടോ. ഞാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുള്ളൂ. പിന്നെ അതിന് ശേഷം എല്ലാം നല്ലോണം നിറയ്ക്കുന്നതാണ്. അപ്പോൾ അവസാനം നമ്മളിത് പണിയൊക്കെ കഴിഞ്ഞത് 2 മൗണ്ടിങ് പോയിൻറ്റുകളും എയറാൾഡൊക്കെ ഇട്ട് സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അനങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, 10 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. നല്ലോണം പശയൊക്കെ കിടന്നോട്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയ ഈ വൈസറിൻ്റെ അവിടെ ഒരു ഫിറ്റ് ചെയ്യണ ഹോൾ പൊട്ടിപ്പോയിട്ടുണ്ട്. കണ്ടോ, ഇത് ഈ സംഭവം പൊട്ടിപ്പോയെന്നാണ്. ഇതൊന്ന് റെഡിയാക്കണം. ഇത് ഒരു ഹോള് പോയിട്ടുള്ളൂ, ബാക്കി എല്ലാ ഹോളും ഓക്കെയാണ്. ഇത് ഇവിടെ നമ്മൾ വൈസർ സ്ക്രൂ ചെയ്യണതാണ്. ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഒരു ക്രാക്ക് ആകണമുള്ളത്. കണ്ടോ, ഇതാണ് സംഭവം. ഇവിടെ നമുക്കൊരു ചെറിയൊരു ABSൻ്റെ ഇതുപോലെ തന്നെ ഒരു പീസ് വെച്ചിട്ട് പൊട്ടിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അത് കാണിക്കാം. അപ്പോൾ മച്ചാൻ നിങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യാം. ഞാനിത് ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഇതൊന്നും ചെയ്യാണ്ടിരുന്നത്. പക്ഷേ പെയിൻറ്റ് അടിക്കാൻ ബോഡിയൊക്കെ കൊടുത്തപ്പോൾ അവർ ഇതും പെയിൻറ്റ് അടിച്ചുള്ള കണ്ടീഷനായി. പെയിൻറ്റൊക്കെ അടിച്ചപ്പോൾ നമുക്ക് കളയാൻ തോന്നില്ല. അങ്ങനെ നമ്മളിത് പൊട്ടിയതൊക്കെ റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെയിൻറ്റിങ്ങിന് മുമ്പ് ഈ പരിപാടികളൊക്കെ ചെയ്യാം. മച്ചാന്മാരെ, അപ്പം ഈ ടോപ്പിൽ ഈ വൈസറിൻ്റെ ടോപ്പ് ഭാഗം ഇവിടെ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രണ്ടിലെ ഫെയറിങ്ങിൻ്റെ അവിടെ പൊട്ടിയത് ഇങ്ങനെ പീസ് ഉണ്ടാക്കിയിട്ടതാണ്. ഇതുപോലെ ABS പഴയത് ഏതെങ്കിലും വണ്ടിയുടെ ബോഡിയുടെ ABS വെച്ചിട്ട് കറക്റ്റ് അതിന് ഭാഗത്തിനുള്ള ഒരു പീസ് ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ ചുമ്മാ ഒട്ടിക്കാം കേട്ടോ. എയറാൾഡൊക്കെ വെച്ച് ഒട്ടിക്കണം നല്ല സ്ട്രോങ് ആയിട്ട്. അപ്പോൾ നമുക്ക് അത് ഒട്ടിക്കാം. അപ്പോൾ അതാദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് വെച്ചിട്ട് ജസ്റ്റ് തൊടിച്ചിട്ട് ഒട്ടിക്കണം. ജസ്റ്റ് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പശ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്ലക്സ് കിക്ക് വെച്ചിട്ട്. ഇനി നമുക്ക് എയറാൾഡായിട്ട് ഇടണം അതിനകത്തേക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ പൊട്ടിപ്പോയ ഈ ടോപ്പ് ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടോ. വേറൊരു പീസ് വെച്ച് ഒട്ടിച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. ഇതാണ് ഭാഗം. ഇവിടെ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് വർക്കുകൾ ചെയ്യാം. ജസ്റ്റ് കുറച്ച് പീസുകളൊക്കെ വെച്ചിട്ട് ABSന് കുറച്ച് പീസൊക്കെ വെച്ച് ഒട്ടിച്ച് നേരത്തെ കാണിച്ച പോലെ തന്നെ അടിപൊളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കരിസ്മയുടെ ഇന്നർ ഭാഗത്ത് ഇങ്ങനത്തെ പൊട്ടലും ചീറ്റിലൊക്കെ ഇതുപോലെ റീവർക്ക് ചെയ്ത് ഉപയോഗിക്കുക.
സംഭവം സക്സസ് ആണ്. അപ്പോൾ ആരും ഞാൻ ഇങ്ങനത്തെ മൗണ്ടിങ്ങും മൂലയൊക്കെ പൊട്ടിപ്പോയിന്ന് വെച്ചിട്ട് കളയാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ വൈബ്രേഷൻ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കാൻ ഒരു സുഖമില്ല എന്ന് പറയണ്ട. ഇത് സംഭവം സക്സസ് ആണ്. അപ്പോൾ നമ്മുടെ സൈഡ് പാനലിൻ്റെ ഈ മറ്റേ സ്ക്രൂ ഫിറ്റ് ചെയ്യുന്ന ഓരോ മൗണ്ടിങ് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സ്ട്രോങ് ആക്കണതിന് ബലം പോരാ. അപ്പോൾ അതേപോലെ അലുമിനിയത്തിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ ചൊട്ടിക്കുകയാണ്, ഇത് പൊളിഞ്ഞു പോകണ്ട്. അതുപോലെ ഈ സൈഡിൽ ഈ സൈഡിൽ വേറെ രീതിയിലാണ് ഉണ്ടോ, ഇതുപോലെ അലൂമിനിയം ആംഗിൾ കട്ട് ചെയ്തെടുത്തിരുന്നാണ് സാധനം. അത് ഇവിടെ ഇതുപോലെ ഇതേ രീതിയിലൊരു ഇതിൻ്റെ ഫിറ്റിങ്. ഇതൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പതിയെ സീറ്റിൽ നിന്ന് അമർന്നുണ്ടായാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വെറുതെ തട്ടി ചിലപ്പോൾ ഒടിഞ്ഞു പോകും. അതൊരു സ്റ്റേജ് നമ്മൾ ചെയ്തതാണ് എക്സ്ട്രാ ബലത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഞായറാളിലേക്ക് ചൊട്ടിക്കണം. അതുപോലെ ഈ സൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ക്രൂ അതിൻ്റെ ക്ലാമ്പാണ്. അതുപോലെ ഈ സൈഡിലും ചെയ്തിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി എറാൾഡേറ്റ് ഇടണം. അതുപോലെ എറാൾഡേറ്റ് എടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ ഓക്കെ. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. ഇതേ കാണുന്നതും പിന്നെ ഇവിടെ കണ്ടോ അതും പിന്നെ അതേ ഈ കാണുന്നതും ഈ സൈഡും മൗണ്ടിയൊക്കെ നമ്മൾ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് നമ്മുടെ വണ്ടിമേക്കാണ് വയ്ക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ചമ്മല ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയായിരുന്നു വർക്കുകൾ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളിത് ഫുൾ ഓൾട്രേഷൻ വർക്കായിട്ട് കാണിക്കാവുന്നതാണ്. അപ്പോൾ മച്ചന്മാരെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ചാനലിലുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് അഡ്വഞ്ചർ വീഡിയോസൊക്കെയാണ്. അപ്പോൾ ഓഫ് റോഡ് അഡ്വഞ്ചർ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വീഡിയോ കയറി കണ്ടുവെക്കുക. അടിപൊളി അൺനോൺ സ്പേസുകളൊക്കെ ഉണ്ട്, ടെൻ്റ് അടിക്കാവുന്നതും ഓഫ് റോഡൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ മച്ചന്മാരെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരെയും ബൈ ബൈ.